ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. ബാറ്റിംഗ് ദുഷ്കരമായ ആഫ്രിക്കൻ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്ന ഇന്ത്യൻ ടീമിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ചരിത്ര നേട്ടത്തിനായി ഇറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ അടിപതറിയിരിക്കുകയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒന്നാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ നിലവിൽ അവസാന അപ്ഡേറ്റ് വരുമ്പോൾ 55 ഓവറുകൾ പിന്നിടുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസിലാണ് ഇന്ത്യ. നമുക്കറിയാം, ബാറ്റിംഗ് വളരെ ദുഷ്കരമായ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഏറ്റവും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ച് വളരെ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ 191 റൺസാണ് നിലവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയിട്ടുള്ളത്. 88 പന്തിൽ 53 റൺസ് പുറത്താകാതെ 53 റൺസ് പൂർത്തിയാക്കിയ KL രാഹുൽ എന്ന ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ്റെ കരുത്തിലേറിയാണ് ഇന്ത്യ 191 റൺസ് വരെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, യശസ്വി ജയ്സ്വാൾ 17നും, രോഹിത് ശർമ്മ ക്യാപ്റ്റൻ 5 റൺസിനും, ശുഭ്മാൻ ഗിൽ 2 റൺസിനും, വിരാട് കോഹ്ലി 38, ശ്രേയസ് അയ്യർ 31, രവിചന്ദ്രൻ അശ്വിൻ 8, ഷാർദുൽ ഠാക്കൂർ 24, ജസ്പ്രീത് ബുംറ 1 റൺസിന് പുറത്തായിരിക്കുകയാണ്. KL രാഹുലും മുഹമ്മദ് സിറാജുമാണ് നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ക്രീസിലുള്ളത്. 8 വിക്കറ്റുകളാണ് ഇതിനോടകം തന്നെ ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒന്നാം പരമ്പരയിലെ ആദ്യ ദിനം, ഒന്നാം ടെസ്റ്റിൻ്റെ ആദ്യ ദിനം തന്നെ ബാറ്റിംഗ് വളരെ ദുഷ്കരമായ പിച്ചാണ് തെളിയിച്ചിരിക്കുകയാണ് സെഞ്ചുറിയനിലെ ക്രിക്കറ്റ് ഗ്രൗണ്ട്. 5 വിക്കറ്റ് നേടിയ കഗീസോ റബാഡയും 2 വിക്കറ്റ് നേടിയ നാന്ദ്രെ ബർഗറും കൂടിയാണ് ഇത്തവണ ഇന്ത്യയെ പിടിച്ചു കെട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, IPL ഇത്തവണ ആദ്യമായി പേര് നൽകിയ നാന്ദ്രെ ബർഗറിനെ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും മികച്ചൊരു പ്രകടനം തന്നെയാണ് ഈ ഒരു ഇരു താരങ്ങളും, നാന്ദ്രെ ബർഗറും കഗീസോ റബാഡയും നിലവിൽ ഇന്ത്യക്ക് മേൽ കടന്നാക്രമിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ തങ്ങളുടെ ആദ്യ പരമ്പര ലക്ഷ്യമിട്ടിറങ്ങിയ നായകൻ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും തുടക്കത്തിൽ അടിപതറിയിരിക്കുകയാണ്. പക്ഷേ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ നമുക്കറിയാം, ബോളിംഗ് ലൈനപ്പിലാണ് ഇന്ത്യക്ക് കൂടുതൽ ശ്രദ്ധ. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജും അടങ്ങുന്ന പേസ് നിരയിൽ തന്നെയാണ് ഇന്ത്യയുടെ ശ്രദ്ധ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് മൈ സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.